സൗഭാഗ്യ എന്തോ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? വളരെയധികം ആനന്ദാശ്രു കണ്ടില്ലേ, ഇത്ര വർഷത്തെ ബോഡി ഷേവിംഗ് ആണ് ഇന്ന് തീരാൻ പോകുന്നതെന്നുള്ള പിന്നെ കുറച്ച് പേടിയും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സോ ഹൗ ഡു യു ഫീൽ? ഇപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് വന്നപ്പം കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറെ അടുത്തതിന് മുന്നേ എൻ്റെ കൺസേൺ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അത്രയും ഒരു കേക്ക് വാക്ക് പോലെ അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവം. പെയിൻ വല്ലതും ഉണ്ടായിരുന്നോ? ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. ചെറിയ പെയിനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടത് പറയും. ഒട്ടും പെയിൻ ടോളറൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒട്ടും പെയിൻ ഇല്ലായിരുന്നു, അടിപൊളിയാണ്. ഓക്കെ, പലർക്കുള്ള സംശയമായിരിക്കും എന്തുകൊണ്ട് ഈ ഇഞ്ചെക്ഷൻ എന്നുള്ളത്, സൗഭാഗ്യം എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ കൺസേൺസ് എന്താണെന്നുള്ളതൊന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ ബോഡി വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഇതിന് മുന്നേ ആണെങ്കിൽ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു 9 ഡാൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഈവനിങ് 4:30 വരെ ഡാൻസ് ചെയ്യുന്നു. തിരിച്ച് വീട്ടിൽ വന്നാലും ഡാൻസ് ക്ലാസ് എടുക്കുന്നു. അപ്പം എൻ്റെ ബോഡിക്ക് ആവശ്യത്തിലധികം എക്സസൈസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പെറ്റ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ലേസി ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇത് എന്ത് ചെയ്താലും നമുക്ക് ബോഡിക്ക് ഒരു വണ്ണം ഉണ്ടല്ലോ, അത് കുറയുന്നേ ഇല്ല. അപ്പം ഞാൻ തലവത്തിന് നിന്നിട്ട് കുറയുന്നില്ല എന്നുള്ളത് സംസാരിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ. അപ്പോൾ മുന്നേ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു, ഡയറ്റ് കൺട്രോള്, ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് നോക്കിയായിരുന്നോ എന്നുള്ളതാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ടു ബി വെരി ഓണസ്റ്റ്. അല്ലാതെ ചുമ്മാ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ ഇതിലോട്ട് വന്നതല്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിസിബിൾ റിസൾട്ട് ആണല്ലോ വേണ്ടത്. എനിക്ക് ആ വിസിബിൾ റിസൾട്ട് കിട്ടുന്നില്ല ഒന്നിലും കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വന്നത്. ഷുഗർ കട്ടൊക്കെ ചെയ്ത് നോക്കി. ഇപ്പോൾ വെയിറ്റ് കുറവുണ്ട്, പക്ഷേ വിസിബിളി ഭയങ്കര ഇതൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പം എനിക്ക് എപ്പോഴും ഡാൻസ് ചെയ്യുമ്പോൾ മറ്റേ നീല് പെയിൻ ഉണ്ട്. പിന്നെ എനിക്ക് L3, L4, L5 ബൾജ് ഉണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ കുറച്ച് നടക്കുമ്പോഴേക്കൊക്കെ കിതപ്പൊക്കെ തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട്. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും എൻ്റെ ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് തന്നെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കൊണ്ട് വരും. മനസ്സിലായി. അപ്പം എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. ഞാൻ ശ്രമിക്കാത്തോണ്ടല്ല, വെയിറ്റ് കുറയുന്നില്ല. അപ്പം നമ്മളെ സൗഭാഗ്യ സമീപിച്ചപ്പോൾ ഇതിപ്പോൾ ഒരുപാട് കൺസേൺസ് നിങ്ങൾ കേട്ടു. ഇതൊക്കെ തന്നെയാണ് മേജർ. അപ്പോൾ ഒബിസിറ്റി എന്ന് പറയുന്നത് പലരുടെയും അതൊരു കോസ്മെറ്റിക് കൺസേൺ മാത്രമാണ്. എന്നാൽ അതിലുപരി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് ഉണ്ടാക്കുന്നുള്ളത് പലരും ഇപ്പോഴും അവെയർ അല്ല. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ഇപ്പോൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ബേർഡൻ ആണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഈ ഇഞ്ചെക്ഷൻസ് എടുക്കണമെന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മളത് കോസ്മെറ്റിക് കൺസേണിനേക്കാളും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെഡിക്കൽ കൺസേൺ തന്നെയാണ്. BMI ഒരു 30+ ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് വേറെ പ്രൊസീജിയേഴ്സും വേറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, പല ഹെൽത്ത് കൺസേൺസ് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പം എൻ്റെ വെയിറ്റ് 82 ആണുള്ളത്. ഞാൻ കറക്റ്റ് എത്രയിൽ കൊണ്ടെത്തിക്കണമായിരിക്കും? ശരി, അപ്പം നമുക്ക് BMI എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ആണ്. നമ്മൾ നേരത്തെ ഹൈറ്റും വെയിറ്റും എടുത്തല്ലോ. സൗഭാഗ്യന്റെ ഹൈറ്റ് പ്രകാരം ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 60 to 65 അകത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ BMI ഒരു ലെസ് ദാൻ 25 എത്തി. ഇപ്പം നമുക്ക് 30+ ആണുള്ളത്. അത് നമ്മളൊരു 25 ഉള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ടാർഗറ്റ്. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ആവും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡോക്ടർ. ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ഡോക്ടറായിരുന്നു. പിന്നെ കുറേ നാളായിട്ടുണ്ടല്ലോ ഈ ബോഡി ഷേമിംഗ് ഒക്കെ, ഒത്തിരി നാളായിട്ട് ഫേസ് ചെയ്ത് വന്ന് ഞാൻ അറിയാതെ തന്നെ ഒരു സൊല്യൂഷൻ ബോഡി പോസിറ്റിവിറ്റിയിലോട്ടാണ് ഞാൻ ചെന്നെത്തിച്ചത്. പക്ഷെ അതിൽ എനിക്ക് കാര്യമായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് ഫെയിലായി ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഡോക്ടർ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ 3 months നമുക്ക് എന്തെങ്കിലും റിസൾട്ട് അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം, കാരണം ഇറ്റ് വേരീസ് ഫ്രം ബോഡി ടു ബോഡി എന്നുള്ളതാണ്. എങ്കിലും വിത്ത് ഗ്രേറ്റ് പോസിറ്റിവിറ്റി ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്. അപ്പോൾ ഞങ്ങൾ ഈ ജേർണി നിങ്ങളും കൂടെ വിറ്റ്നസ് ചെയ്യും.